ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമയാണ്. ഇന്ന് ഗാർഡൻ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ആ കാഴ്ചകളും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറികളും കാണിക്കാം. പിന്നെ ഗാർഡൻ ക്ലീൻ ചെയ്യുന്നത് ഇച്ചിരി കട്ടിപ്പെട്ട പണിയാണ്. എനിക്ക് പിന്നെ നല്ല ആരോഗ്യമുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഞാൻ വേലക്കാരി ജാനുമായിട്ട് മാറുന്നത് കണ്ടു. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് വാ. ഇനി ഈ ഗാർഡൻ വൃത്തിയാക്കണം. ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന പണിയാണ്. എന്തുമാത്രം ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. മഴയുണ്ട്, വെയിലുമുണ്ട്. അപ്പം ഈ കുറേ കസേര കിടപ്പുണ്ട്, കുറേ കാർഡ്ബോർഡ് കിടപ്പുണ്ട്, അതെല്ലാം ഒതുക്കണം. ഇവിടെ കിച്ചണിൻ്റെ പണി നടക്കുമായിരുന്നു. അപ്പം സാധനങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് വാരിയിട്ടിരിക്കുകയായിരുന്നു. കുറേയൊക്കെ അവരുടെ ട്രക്ക് വന്ന് എടുത്തുകൊണ്ട് പോയി. ഇനി കുറച്ച് നമ്മൾ കളയേണ്ട സാധനങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കണം. ഈ വീട്ടിൽ പണിക്ക് വന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോഴേ വീട്ടുകാരെനിക്ക് കട്ടൻ കാപ്പി തന്നു. പക്ഷെ തണുപ്പാട്ടോ, കട്ടൻ കാപ്പിയും ചിരിയും മാത്രമേ ഉള്ളൂന്ന് അറിയത്തില്ല. പണി കഴിയുമ്പോൾ പൈസ കിട്ടുമെന്നറിയില്ല. ഇത്രയൊക്കെ ഇന്ന് ക്ലീൻ ചെയ്തു. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, മഴയായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഒതുക്കി, ഇവിടെ ഒക്കെ കുറച്ചൊക്കെ ആക്കി. ഇനി കുറച്ച് സാധനങ്ങൾ വിളവെടുക്കാനായിട്ടുണ്ട്. വിളവെടുക്കുന്നത് സമയം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചീരയും ബീറ്റ്റൂട്ടും ബീൻസും ഒക്കെ ഇതെടുക്കാനായിട്ടുണ്ട്, വിളവെടുക്കാനായിട്ട്. മുറ എടുത്തുകൊണ്ട് വരാവേ. ഇത്രയാണ് ഇന്നത്തെ ചീര വിളവെടുപ്പ്. മഴയായിരുന്നു, അതുകൊണ്ട് കൂടുതൽ പണിയൊന്നും ഗാർഡനിൽ നടന്നില്ല. കണ്ട നല്ല പച്ച ചുമല കളറുള്ള ചീര, പച്ചച്ചീരയല്ല ചുമല ചീര. ഇത് പറിച്ചെടുത്തിട്ട് ഇനി കുറേ വിത്തുകൾ നിൽപ്പുണ്ട് അതിൻ്റെ അകത്ത്, കുഞ്ഞു ചീരകൾ. അതെല്ലാം കിളുത്ത് വരണം, അതിന് വേണ്ടി ഇത് പറിച്ചു കൊടുത്തത്. ഇത് ഒത്തിരി വലുതാകുന്നതിന് മുമ്പ് മൂക്കും. അപ്പം ഇതാണ് ഇന്നത്തെ വിളവെടുപ്പ്. ചീര നമുക്ക് ഇവിടെ വെക്കാം. എന്നിട്ട് ഞാനൊരു സൂത്രം കാണിച്ചു തരാം. പ്രാവശ്യം പേരുണ്ടായിരിക്കുന്ന വളരെ കുറച്ചേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതുണ്ടോ, ഇത്രയും പേരേ ഉള്ളൂ. ബാക്കി പൂവൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പൊഴിഞ്ഞു പോയി. മഴയൊക്കെ വന്നുകൊണ്ട് കാലാവസ്ഥയെല്ലാം പ്രശ്നം വളരെ വ്യത്യസ്തമായിരുന്നു. ഇതിലൊന്നും കായ ഉണ്ടായില്ല, എല്ലാം പോയി. ഇത് ആപ്പിളാണ്. ആപ്പിളിൽ ഒന്നും ഉണ്ടായില്ല, ഒരു പൂ ഉണ്ടായി ഇവിടെ എങ്ങാണ്ട്. ഉണ്ടായിക്കട. ഇത് ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. അയ്യോ, 2 പൂ ഉണ്ടായിരുന്നു ഇവിടെ. 2 3 അങ്ങാണ്ട്. ഇതേ 3 ഉണ്ടായി കിടക്കുന്നു. അയ്യോ, ഇത് ഇപ്പോഴാ കാണുന്നേ. ഇതുണ്ടോ, നമ്മൾ കണ്ടില്ലല്ലോ ഇവിടെ. ഇതുണ്ടോ, 3 ഉണ്ട്. ഇനി ഉണ്ടാവില്ലായിരിക്കുമെന്ന്. പക്ഷെ അത് പൊഴിഞ്ഞു പോയിട്ട് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ കണ്ടില്ലത്. 3 കാണാവോ നന്നായിട്ട്? ഇതുണ്ടോ, ഇതിൻ്റെ അടിയിലാണ് ഒരെണ്ണം. വലിയ ആപ്പിളാണ്, കണ്ടോ, നമ്മൾ കാണാതെ കിടന്ന ആപ്പിളാണ്. അടിപൊളി. പിന്നെ ഒരു കാര്യം കൂടെ കാണിക്കാം. ഇപ്പം ആപ്പിള് കണ്ടില്ലേ, അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഞങ്ങൾ കാണാതെ അതിൻ്റെ ഇലകൾക്കകത്ത് കിടന്നതാണ്. ഞാൻ വെറുതെ ആപ്പിളൊന്ന് കാണിച്ചേക്കാന്ന് കരുതി എടുത്തതാണ്. വെറുതെ ആ ഇല ഇങ്ങനെ മാറ്റി നോക്കിയപ്പോഴാണ് കണ്ടത് ആ 3 വലിയ ആപ്പിൾ അതിൻ്റെ മറവിൽ കിടക്കുന്നത്. ഇനി വേറെ ഒരു കാര്യം, തക്കാളിക്കയാണ്. തക്കാളിക്കയുടെ മുമ്പിൽ അടുക്കളയുടെ പണി നടക്കു വരുന്നത് കൊണ്ട് ഈ അടുപ്പ്, പഴയ അടുപ്പും വാഷിംഗ് മെഷീനും ഇവിടെ വരുന്നത് ഞങ്ങൾ ഇറക്കി വെച്ചിരുന്നത്. ഇന്നിപ്പോൾ ഞങ്ങളത് മാറ്റി വെച്ച് അപ്പോഴാണ് കാണുന്നത് ഈ തക്കാളിക്കായ്ക്ക് ഒന്നും ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ല. ഇത് കണ്ടോ,
ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന തക്കാളിക്ക കണ്ടോ, ഇതിൻ്റെ വലിപ്പം കണ്ടോ, ഇതൊരെണ്ണം. ഇത് കണ്ടോ, ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, പിന്നെ ഇത് കണ്ടോ, പിന്നെ അവിടെ പഴുത്ത് കിടപ്പുണ്ട്. ഇതെല്ലാം പലതരത്തിലുള്ള തക്കാളിക്കായുടെ തൈയാണ്. 3 തൈയുണ്ട് ഇവിടെ. പിന്നെ തേണ്ട്, ഇത് കണ്ടോ, ഇവിടെ കാണാവോന്ന് എനിക്കറിയില്ല, ഇതേണ്ട ഇത്. പിന്നെ ഇതുണ്ട്, ഒരു പ്രത്യേക ഷേപ്പാണ് ഇതിനൊക്കെ. പിന്നെ 2-3 പഴുത്തതുണ്ടായിരുന്നു, അത് ഞാൻ പറിച്ചെടുത്തായിരുന്നു. ഇത് ഇവിടെ ഉണ്ട്. ഇതുണ്ട്. ഈ അടുപ്പൊക്കെ ഈ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതിനകത്ത് ഇതിൻ്റെ നല്ലതായിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. ഇതുണ്ട്, ചെറിയ ടൈപ്പിലുള്ള തക്കാളിക്ക് ഇത് വലുതാവും. ഇത് വേറെ ടൈപ്പ് തക്കാളിക്കയാണ്. വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. വാഴക്കുല. ഇതിൻ്റെ വാഴക്കുലയെന്ന് പറയാനായിട്ട് വലിയ ഇതൊന്നും വലിപ്പമൊന്നുമില്ല. ഇവിടുത്തെ കാലാവസ്ഥയുടെ അതിൻ്റെ അകത്ത് വലിയ വലിപ്പമുള്ള കാകളൊന്നും ഉണ്ടാകത്തില്ല. അത് തന്നെയല്ല, അത് വിൻ്റർ ആകുമ്പം ഇത് വലിപ്പമൊന്നും വെച്ച് കിട്ടത്തില്ല. വാഴച്ചുണ്ട് മാത്രം എടുത്ത് തോരൻ വെക്കാൻ പറ്റും. കാ നമുക്ക് വലിയ കാര്യമായിട്ട് കിട്ടത്തില്ല. കാര്യമായിട്ട് നല്ല കാ കിട്ടത്തേ ഇല്ല. കാരണം കായ്ക്കറ കുഞ്ഞായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ. കാലാവസ്ഥയുടെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാഴ്ചകൾ. വേറൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. ടിൽ ദെൻ ബൈ സുമ.